അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി നന്ദി പറയുകയാണ്. പ്രേ ഫോർ നേഷൻസ് എന്ന പേരിൽ നടത്തി വരുന്ന പ്രാർത്ഥനയുടെ 100 ദിവസം ഇന്നലെ കഴിയുവാനിടയായി. എന്നാൽ ഇന്ന് 101ാമത്തെ ദിവസം. ഞാൻ ദിവസത്തിന് പ്രാധാന്യം പറയുകയല്ല. ഈ ദിവസം ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് അനേക ദൈവമക്കൾ വിവിധയിടങ്ങളിലിരുന്ന് കഴിഞ്ഞ 100 ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനിടയായി. എന്നാൽ ആ പ്രാർത്ഥന അവരുടെ ഒരു ശീലമായി മാറുവാനിടയായി. പ്രത്യേകിച്ച് വൈകിട്ട് 7 മണിക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നവരും, അതുപോലെ തന്നെ അർദ്ധരാത്രിയിൽ 12 മണിക്ക് പ്രാർത്ഥിക്കുന്നവരും, വെളുപ്പിന് 3 മണിക്ക് പ്രാർത്ഥിക്കുന്നവരും, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കും 4 മണിക്കും ഒക്കെ പ്രാർത്ഥിക്കുന്ന ടൈമുകൾ ഓരോരുത്തർക്കുണ്ടായിരുന്നു. കൃത്യമായി ചെയ്ത പലരും അത് നിർത്താതെ വീണ്ടും തുടരണമെന്നാവശ്യപ്പെടുകയും, പ്രത്യേകാൽ ഇന്നലെ രാത്രി കേട്ട ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിന്റെ ദാസൻ കൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി അറിയിക്കുവാനിടയായി. പ്രാർത്ഥനകൾ തുടർന്ന് ചെയ്യണമെന്ന് ഇന്നും അപ്രകാരം ദൈവമക്കൾ പ്രാർത്ഥിക്കാനിടയായി. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ ഓർത്ത്, നല്ല സാക്ഷ്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ കർത്താവ് സ്ഥിതികളെയും അവസ്ഥകളെയും മാറ്റുവാനിടയാകും. പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ COVID-19 എന്ന രോഗത്താൽ പ്രത്യേകിച്ച് നമ്മൾ ഭവനങ്ങളിൽ ആയിരിക്കുന്ന സമയങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനും വേർതിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഇത് ഒരു അനുഗ്രഹമായി മാറുന്ന ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, തുടർന്ന് കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്കും ഈ പ്രാർത്ഥനകളിൽ പങ്കാളികളാകാം. നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ സകല വിഷയങ്ങൾക്കും കർത്താവ് വലിയ മാറ്റം തരുവാനിടയാകും. ഈ സമയത്ത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യമാണ് ഞാൻ വായിക്കാനിടയായത്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? യേശുവോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. മടുത്തു പോകാതെ രാപ്പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന എന്നൊരു പദം കാണുവാനിടയാകുന്നുണ്ട്. ഞാൻ അതിൽ നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. രാപ്പകൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. രാപ്പകൽ, രാവും പകലും വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മൾ നടത്തി വരുന്ന പ്രാർത്ഥനയിൽ വിവിധ സ്ഥലങ്ങളിൽ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസന്മാരെ വിളിച്ച് ഫേസ്ബുക്ക് ലൈവിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചുരുങ്ങിയ സമയത്തിനകത്ത് നാം ഇതുവരെ ദൈവവചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നത്. തുടർന്നും അപ്രകാരം തന്നെ സമയം ലഭിക്കുന്ന അനുസരിച്ച് ദേവദാസന്മാർ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആ വിഷയത്തിൽ നിന്നായിരിക്കും സംസാരിക്കുന്നത്. ഇവിടെ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ, അങ്ങനെയെങ്കിൽ രാപ്പകൽ പ്രാർത്ഥിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേൾക്കാനിടയായി
യേശു തനിയെ പ്രാർത്ഥിച്ചു, അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു, ക്ഷമിക്കുന്ന പ്രാർത്ഥന, പാപങ്ങൾ ഏറ്റുപറഞ്ഞ പ്രാർത്ഥന, അങ്ങനെ വിവിധങ്ങളായ, എനിക്ക് തോന്നുന്നു 100 ദിവസവും പ്രാർത്ഥനയെ തന്നുള്ള വിവിധങ്ങളായ മെസ്സേജുകൾ കേൾക്കാനിടയായത്. ഇന്നും ഞാൻ ഓർപ്പിക്കാൻ തയ്യാറാകുന്ന രാപ്പകൽ പ്രാർത്ഥിക്കുക. 2 തീമോഥെയോസ് 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചും നിന്റെ കണ്ണുനീരോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനെ ഓർക്കുമ്പോൾ, തീമോഥെയോസിൻ്റെ കണ്ണുനീർ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ നിജപുത്രനായ തീമോഥെയോസിന് വേണ്ടി രാവും പകലും ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത് വചനം പഠിപ്പിക്കുന്നു. രാവും പകലും പ്രാർത്ഥിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. അതേ പ്രിയരെ, രാവും പകലും വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ പറയുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം രാവും പകലും നാം പ്രാർത്ഥിക്കുന്നവരാകുക. ഇന്നലെ കേട്ട മെസ്സേജുകളൊക്കെ ഒത്തിരി പേർ അവരുടെ സാക്ഷ്യങ്ങൾ പറയാനിടയായി. കഴിഞ്ഞ 100 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ നമ്മളൊരു പാക്കേജൊന്നും അല്ല, ഒരു ദിവസം വെച്ച് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. പ്രത്യേകം സഭയിൽ അങ്ങനെ ഒരു 90 ദിവസം പ്രാർത്ഥന ക്രമീകരിച്ചു. ലോക്ക്ഡൗൺ വന്നതുകൊണ്ട് അത് നമ്മൾ ഇപ്രകാരം ഫേസ്ബുക്ക് ലൈവിലും അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് 100 ദിവസം മുടങ്ങാതെ പല സ്ഥലങ്ങളിൽ ഓരോ മണിക്കൂറും മാറി മാറി ദൈവജനം പ്രാർത്ഥിച്ചു. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല, അവരവർ പ്രാർത്ഥിക്കണം. അത് കർത്താവായിട്ടുള്ള നല്ല അഭേദ്യമായ ബന്ധത്തിലായി അതാ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ പല വിധത്തിൽ പ്രാർത്ഥിക്കാം. ഇവിടെ രാപ്പകൽ പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ ഓർപ്പിക്കാൻ ഇടയായത്. പൗലോസ് പ്രാർത്ഥിച്ചു, തീമോഥെയോസിനെ കാണണം, തീമോഥെയോസിൻ്റെ അടുക്ക ചെല്ലണം. ഇവിടെ പറഞ്ഞാൽ തീമോഥെയോസിൻ്റെ കണ്ണുനീർ ഓർത്ത് ആ പകൽ എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന് ആ ഭാഗം നമ്മളെ ഓർപ്പിക്കാനിടയായി. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 37-ാം വാക്യത്തിൽ ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന 84 സംവത്സരം, പ്രവാചകിയായ ഹന്ന 84 സംവത്സരം ആലയം വിട്ടു പിരിയാതെ രാവും പകലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ആരാധന ചെയ്തു പോകുന്നു വചനം പഠിപ്പിക്കുന്നു. എനിക്ക് 84 സംവത്സരം രാവും പകലും ആരാധന കഴിച്ചു പോകുന്നു. യേശു പൈതലിനെ യേശുവിൻ്റെ അമ്മയപ്പന്മാർ ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ ശിമിയോൻ യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തിയ ആ സമയത്ത്, ആ നാഴികയിൽ ഹന്നയും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയുവാനിടയായി. എനിക്ക് നല്ലൊരു അനുഭവം ഹന്നയ്ക്ക് ലഭിക്കാനിടയായി. മറ്റാർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേക പദവി, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആലയത്തിൽ വേറിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, രാപകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹന്നയ്ക്ക് അപ്രകാരം ഒരു ഭാഗ്യപദവി ലഭിക്കാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രാപ്പകൽ നമുക്ക് പ്രാർത്ഥനയിൽ നിൽക്കുവാൻ തയ്യാറാകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം വാക്യത്തിൽ, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിച്ചു പോരുന്നു വചനം പഠിപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, രാവും പകലും നാം പ്രാർത്ഥിക്കുന്നവരാകുക. രാപ്പകൽ പ്രാർത്ഥിക്കണമെന്ന് ആ ഭാഗം നമ്മളെ വ്യക്തമായിട്ട് ഓർപ്പിക്കാൻ ഇടയാകുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 88-ൽ 1-ാം വാക്യത്തിൽ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ മുമ്പിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായിക്കണമേ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു. നോക്കിയേ, ആ സങ്കീർത്തനത്തിൽ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു അപേക്ഷ, ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ, നോക്കിയേ, രാവും പകലും മുടങ്ങാതെ തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. രാവും പകലും. അപ്പം നിങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കുന്നവരാകുക, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. അതാണ് ഞാൻ സമയത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിച്ച പ്രധാന കാര്യം. നമ്മുടെ പ്രാർത്ഥന 100 ദിവസം കഴിഞ്ഞു,
എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തരുത്. അതൊരു ചടങ്ങല്ല. തുടർന്നും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് എന്ന് വരെ ദൈവം ആയുസ് തരുന്നു, ആ സമയം വരെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക. അതൊരു ഒരു നിർബന്ധമല്ല. കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ, അപ്പനുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കകത്ത് ഇരിക്കുന്ന ആ ഒരു അനുഭവമായിരിക്കണം പ്രാർത്ഥന. അതാ പറഞ്ഞ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, 2-3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാനിടയായി. പൗലോസ് രാവും പകലും തീമോത്തിയോസിൻ്റെ അടുക്കൽ ചില തീമോത്തിയോസിനെ വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ രാവും പകലും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഹന്ന ദേവാലയത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, രാവും പകലും ആലയം വിട്ടുപോകാതെ പ്രാർത്ഥിച്ചു പറയാനിടയായി. ഇപ്പോൾ തന്നെ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിച്ചെന്ന് ഉറപ്പിക്കാനിടയായി. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സങ്കീർത്തനത്തിൽ 88-ാം സങ്കീർത്തനത്തിൽ രാവും പകലും പ്രാർത്ഥിച്ചുവെന്ന് ഉറപ്പിക്കാനിടയായി. ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായമാണ് നാം വായിച്ചത്. അതിൻ്റെ 7-ാം വാക്യമാണ് വായിച്ചത്. അതിൻ്റെ 1 മുതൽ പഠിക്കുമ്പോൾ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ, ഒരു അനീതിയുള്ള ന്യായാധിപനെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു വിധവയുണ്ട്, വിധവയുടെ കാര്യം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോടൊരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലെങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ്റെ വാക്ക് കേട്ടേ. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നൊരു കാര്യമായത്. അങ്ങനെയെങ്കിൽ മടുത്തു പോകാതെ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകണം. അതിന് യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞൊരു ഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാനിടയായത്. അനീതിയുള്ള ന്യായാധിപൻ, വിധവ, ഒരു പ്രതിയോഗി ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ തന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് കണ്ടുകൊണ്ടാണ് ഈ വിധവ എന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ കുറേ കാലത്തേക്ക് ന്യായാധിപന് മനസ്സില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും വിധവ തൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല, തൻ്റെ അപേക്ഷ നിർത്തിയില്ല. വിധവയ്ക്കറിയാം ന്യായാധിപൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് കണ്ടുകൊണ്ട് എപ്പോഴും തുടർന്നുകൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ പറയുമായിരുന്നു. എനിക്കൊരു പ്രതിയോഗിയുണ്ട്, ആ പ്രതിയോഗിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് വിധവ അനീതിയുള്ള ന്യായാധിപനോട് പറയുമായിരുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഉപമയായിച്ചു നമ്മെ പഠിപ്പിക്കുന്നത്. കുറേ കാലത്തേക്ക് ന്യായാധിപന് മനസ്സില്ല. പ്രിയമുള്ളവരെ, കുറേ കാലം പ്രാർത്ഥിച്ചു നിർത്തിയിട്ട് പോകരുത്, ഒരു ചടങ്ങാക്കി മാറ്റുകയും ചെയ്യരുത്. കൂടെ അങ്ങ് ഇരുന്നോണം ദൈവത്തിൻ്റെ കൂടെ. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല, അപ്പൻ്റെ കൂടെ ഇരിക്കുന്ന ആ അനുഭവത്തിലേക്ക് വരണം. കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു വചനം പഠിപ്പിക്കുന്നു. ന്യായാധിപന് അവളുടെ വിഷയത്തിന് പ്രതിയോഗിയെ മാറ്റുവാൻ, അല്ലെ പ്രതിയോഗികളെ രക്ഷിക്കാൻ മനസ്സില്ലായിരുന്നു. എന്നിട്ടും വിധവ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ഉള്ളുകൊണ്ട് അകത്ത് അപ്പുറം ഒരു പ്രേരണ ഉണ്ടാകാനിടയായി. ഒരു അനീതിയുള്ള ന്യായാധിപന് ഒരു മാറ്റമുണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അനുഭവം ഉണ്ടാകാനിടയായി. ആരെയും പേടിയില്ലാത്ത, ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ പേടിയില്ലാത്ത ന്യായാധിപൻ കുറേ കാലത്തേക്ക് തൻ്റെ അടുക്കൽ വിധവ വന്നിട്ട്, വിധവയാ അവൾ വന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അവളുടെ വിഷയത്തിന് മറുപടി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവളുടെ പ്രതിയോഗിയിൽ നിന്ന് അവളെ രക്ഷിക്കാൻ തയ്യാറായില്ല. പക്ഷേ അവൾ നിരന്തരമായി, അവിടെ പറഞ്ഞ അസഹ്യപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്, നിരന്തരമായി പറയുന്ന നിമിത്തം, നിരന്തരമായി ചെന്ന് അപേക്ഷിക്കുന്ന നിമിത്തം ഒരു മാറ്റമുണ്ടായി ഹൃദയത്തിൽ. ഉള്ളം കൊണ്ട് പറഞ്ഞാൽ അവളെ രക്ഷിക്കാൻ തയ്യാറാ, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്നതിനെ മുഖത്തടിക്കുമെന്ന് ഉള്ളം കൊണ്ട് നോക്കി അകത്തൊരു മാറ്റം ഉണ്ടാകാനിടയായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, അനീതിയുള്ള ന്യായാധിപൻ്റെ വാക്ക് കേട്ടേ. അനീതിയുള്ള ന്യായാധിപൻ പറയുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. ലോകപ്രകാരമുള്ള സംഭവം അവിടെ പറയുന്നത്. പക്ഷെങ്കിൽ വിധവയ്ക്കറിയാം ഈ പ്രതിയോഗിയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ള ഒരാൾ ഈ ന്യായാധിപനാണെന്ന് വിധവയ്ക്കറിയാം. അതുകൊണ്ട് മടുത്തു പോകാതെ നിരന്തരമായി പറയാൻ തയ്യാറായി. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവമോ
രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? അടുത്ത പദം പറയാണ്, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് പറഞ്ഞ വാക്യമാണ്. യേശുവോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നമുക്ക് രാപ്പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ രാപ്പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇതോടെ പറഞ്ഞ് നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നു, വേഗത്തിൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? അടുത്ത പദം പറയുക, രക്ഷിക്കും. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. രാപ്പകൽ, ഞാൻ ആ പദത്തിൽ നിന്ന് സംസാരിച്ചത്, രാപ്പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. രാപ്പകൽ, രാവും പകലും ഇടവിടാതെ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ നിൽക്കുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ തയ്യാറാകുക. ഞാൻ നിർത്തട്ടെ. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഉറപ്പുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉറപ്പ് പറയാം, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. പ്രതിയോഗി എത്ര വലുതായിരുന്നാലും എത്ര ശക്തനായിരുന്നാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തും. അതേ പ്രിയമുള്ളവരെ, വേഗത്തിൽ പ്രതിക്രിയ നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതെ, യേശുവോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. രാപ്പകൽ മടുത്തു പോകാതെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അത് നമ്മുടെ ഒരു ശീലമായി മാറട്ടെ, ഒരു ദിനചര്യയായി മാറട്ടെ, കർത്താവുമായിട്ടുള്ള സംസാരമായി മാറട്ടെ, സ്നേഹബന്ധത്തിൽ എപ്പോഴും ഇടപെടുന്ന ആ ഒരു ബന്ധമായി മാറട്ടെ. മടുത്തു പോകാതെ യേശു കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് തയ്യാറാകാം. പ്രത്യേകിച്ച് അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതവരുടെ ഒരു ശീലമായി ദിനചര്യയായി മാറുവാനിടയായി. രാത്രി 9 മണിക്കും അർദ്ധരാത്രിയിലും 1 മണിക്കും 12 മണിക്കും ഒക്കെ പ്രാർത്ഥിക്കുന്നവർ പാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ അത് നിർത്തരുത്, പ്രാർത്ഥന തുടങ്ങട്ടെ, തുടർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് പറയാനിടയായി. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന അവരുടെ ഒരു ശീലമായി മാറുവാനിടയായി. ആ പ്രിയമുള്ളവരോട് ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ ഒരു വിഷയമായിട്ട് കുറേ ഇരുന്ന് ആവശ്യഭാരത്തോടെ തരണേ വിടുവിക്കണമേ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറരുത്. ആ ഒരു ശൈലിയല്ല, മറിച്ച് നല്ല സ്നേഹബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തിനകത്ത് നിന്നുകൊണ്ടാകണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ വചനം പറയാം, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അതെ, പ്രതിയോഗി എത്ര വലുതായിരുന്നാലും, പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ കൂടെയാണ് ഞാനും നിങ്ങളുമെന്ന് ഈ സന്ധ്യകൾ മറന്നു പോകരുത്. അതേ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ചിറകടിയിലാണ്, കർത്താവിൻ്റെ നിഴലിൻ കീഴിലാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത്. ആർക്കും തൊടുവാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ആ അനീതിയുള്ള ന്യായാധിപൻ വിധവയ്ക്ക് വേണ്ടി ആ പ്രതിയോഗിയിൽ നിന്ന് വിധവയെ രക്ഷിച്ചതുപോലെ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് യേശു കർത്താവ് വേഗത്തിൽ നമ്മെ രക്ഷിക്കും. ആ പ്രതിയോഗി എത്ര വലുതായിരുന്നാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആ ഉറപ്പിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആകണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊരു മനസ്സോടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു മനസ്സോടെ സ്തോത്രം ചെയ്യാം. അങ്ങനെയെങ്കിൽ നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അനീതിയുള്ള ന്യായാധിപൻ ഉള്ളകൊണ്ട് പറഞ്ഞു, എനിക്ക് അവളെ രക്ഷിക്കണം, അവളെന്നെ അസഹ്യപ്പെടുന്നു, എനിക്ക് രക്ഷിക്കണമെന്ന് പറയാനിടയായി. നമ്മുടെ പ്രാർത്ഥന ചിലരെ മാനസാന്തരപ്പെടുത്തുവാനിടയാകും, ചിലരുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുവാനിടയാകും. ആ ഒരു ഉറപ്പിൽ നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാകുക. വേഗത്തിൽ, കുറേ കാലത്തേക്ക് മനസ്സില്ലെങ്കിലും വേഗത്തിൽ ഒരു മറുപടി പ്രതീക്ഷിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മീതെ നാളുകളായി സ്തോത്രം ചെയ്തു, നാളുകളായി പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല, പ്രയാസപ്പെടേണ്ട. വേഗത്തിൽ ഒരു മറുപടി നിന്റെ അടുക്കിലേക്ക് വരും. അതുകൊണ്ട് വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? രാപ്പകൽ മടുത്തു പോകാതെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലകളിൽ പ്രാർത്ഥിച്ച, കഴിഞ്ഞ 100 ദിവസം പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ എത്ര വലുതായിരുന്നാലും യേശു കർത്താവ് വേഗത്തിൽ ഒരു പ്രതിക്രിയ നടത്തി രക്ഷിക്കാനിടയാകും. ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് കർത്താവ് നടത്തുവാനിടയാകും. കർത്താവ് എല്ലാവരെയും
ധാരാളമായിട്ട് അനുഗ്രഹിക്കുക. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന തുടർന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ 100 ദിവസങ്ങൾ പ്രാർത്ഥിക്കാനിടയായി ഈ 101ാമത്തെ ദിവസവും പ്രാർത്ഥനയിൽ നിൽക്കുവാൻ, പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കിയ ആ സാവകാശത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ആ ന്യായാധിപന്റെ അടുക്കൽ വിധവ ചെന്ന് തൻ്റെ പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒടുവിൽ അനീതിയുള്ള ന്യായാധിപൻ അവളെ രക്ഷിക്കാൻ തയ്യാറായതുപോലെ, അങ്ങനെയെങ്കിൽ നീതിയുള്ള ന്യായാധിപനായ നല്ല കർത്താവ് തന്നോട് നിലവിളിക്കുന്ന എൻ്റെ വൃതന്മാർക്ക് വേണ്ടി രാപ്പകൽ തന്നോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എത്രയധികം വേഗത്തിൽ മറുപടി ലഭിക്കുമെന്ന് കേൾക്കാനിടയായല്ലോ. ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യം ഭരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കേരളം ഭരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ നാടിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിവേഗത്തിൽ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരണമേ. മുമ്പുണ്ടായിരുന്ന അതേ സ്വാതന്ത്ര്യത്തിലേക്ക്, ആ നല്ല അനുഭവത്തിലേക്ക് കർത്താവേ, ഈ കൊറോണ കാലത്ത് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വിഷയങ്ങൾക്കൊരു മാറ്റം തന്ന് COVID-19 എന്ന രോഗം മാറി മുമ്പ് ഞങ്ങൾ എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചോ അതേ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ നയിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന കർത്താവേ, കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയുമല്ലോ. രാപ്പകൽ കർത്താവേ, ഞങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ ദൈവം മുമ്പാകെ അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, ഒരു മാറ്റം തരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളുടെ നാടിനെ സൂക്ഷിക്കണമേ, രാജ്യങ്ങളെ സൂക്ഷിക്കണമേ. വേഗത്തിൽ 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 കർത്താവെ പ്രതിക്രിയ നടത്തി പ്രതിയോഗിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങാണല്ലോ നീതിയുള്ള ന്യായാധിപൻ, അങ്ങാണല്ലോ ദൈവമേ, അങ്ങ് മറുപടി തരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം എപ്പോഴാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം ഏതാണോ ആ സമയത്ത് നിങ്ങളുടെ ഭവനിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ 30-ൽ പരം ആൾക്കാർ പലയിടങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരെ ബലപ്പെടുത്തട്ടെ. നിങ്ങളും പ്രാർത്ഥനയിൽ സഹകരിക്കുക, പ്രാർത്ഥനയിൽ പങ്കാളികളാകുക. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കും. രാപ്പകൽ നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.